നമ്മുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായി വന്ന് പിന്നെ ആരൊക്കെയായി മറന്നു ചിലരില്ലേ. ഇനി ഞാൻ അങ്ങനെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഇനി ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നേ, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ വർക്ക്. ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് വന്നിട്ട് അനുചേച്ചിയാണ്. മുന്നത്തെ വീഡിയോ ഒക്കെ നമ്മുടെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ അനുചേച്ചിക്ക് മുന്നേ എൻഗേജ്മെന്റിന് ഹെന്ന ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ചേച്ചി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഞങ്ങളെ തന്നെ വിളിക്കാമെന്ന്. ആൻഡ് നമ്മൾ തന്നെയായിരുന്നു കല്യാണത്തിനും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനിലെത്തി കോഫി കുടിച്ച് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന പോലെ ഫുൾ ഹാൻഡ് ബ്രൈഡൽ ഹെന്ന അല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, സെമി ബ്രൈഡൽ ഹെന്നയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5:30 ആകുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തി. പിന്നെ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയത് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ്. പക്ഷെ അത്രയും സമയം എങ്ങനെ പോയെന്ന് വെച്ചാൽ ഒരു പിടുത്തവും ഇല്ല. വെഡിങ് ആയതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വീട്ടിലെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരാൾ ഡോക്ടറാണ്. ആളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 7:30, 8 ഒക്കെ ആയപ്പോഴത്തേനും കസിൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, നമുക്ക് അവരവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മെഹന്തി ഇട്ട് കൊടുക്കുന്ന കാണാനായിട്ട് ഇതിന്റെ ഇടയിൽ കുറേ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹാൻഡിന്റെ ഫ്രണ്ട് സൈഡ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഹാൻഡിന്റെ ഫ്രണ്ട് സൈഡ് ഇടുമ്പോഴത്തേനും ചേച്ചി എന്നോട് ചോദിച്ചു, ലോക സിനിമ കണ്ടായിരുന്നു നീ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു, ഭയങ്കര അടിപൊളിയാണ്, നിനക്ക് ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ ആളെ എനിക്ക് സിനിമയും വെച്ചെന്നു. എനിക്കാണെങ്കിൽ ഇന്നത്തെ വർക്കിൽ വലിയ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ആ സിനിമ അവിടെ ഇരുന്ന് കണ്ടു. അങ്ങനെ ഒരു ഹാൻഡിന്റെ ഫ്രണ്ട് സൈഡ് ഫുള്ളാക്കി. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഹാൻഡിന്റെ ഫ്രണ്ട് സൈഡ് സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ പിന്നെ ലോകക്ക് ഒരു ബ്രേക്ക് കൊടുക്കാനായി ഞങ്ങൾ തനിമയുടെ വീഡിയോ കുറച്ച് നേരം കണ്ടു. ചേച്ചി തന്ന റെഫറൻസ് ഇമേജും പിന്നെ നമ്മളുടെ ഐഡിയാസും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡിന്റെ കംപ്ലീറ്റ് ലുക്ക്. നമ്മൾ സെന്ററിൽ മണ്ടയിലെ ഡിസൈൻ വരുന്ന ലോട്ടസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെഹന്തിയിലെ കംപ്ലീറ്റ് ചെയ്ത ഫോട്ടോഷൂട്ട് അത് നമുക്ക് നിർബന്ധമാണല്ലോ. പിന്നെ അനുശേഷിയാണെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളായ കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കായിരുന്നു. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് 2 ടൈപ്പ് ഓർഗാനിക് കോണാണ്. ഒന്ന് നോർമൽ ഹെന്നക്കോണും രണ്ടാമത് ബ്രൈഡൽ ഹെന്നാക്കോണാണ്. ബ്രൈഡ്സിനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ബ്രൈഡൽ ഹെന്നാക്കോണാണ് യൂസ് ചെയ്യല്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആഫ്റ്റർ കെയർ ആയിട്ടുള്ള സീലന്റും ബാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യലുണ്ട്. അങ്ങനെ പിന്നെ ബാക്ക് സൈഡിലെ ഡിസൈൻ എങ്ങനെ വേണമെന്നൊക്കെ ഫൈനലൈസ് ചെയ്തു. ബാക്കിൽ നമ്മൾ ആനയും ലോട്ടസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ബാക്ക് സൈഡിന്റെ. ചേച്ചിക്ക് നമ്മുടെ വർക്ക് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചിയും ചേച്ചിയുടെ ഏട്ടനും വീട്ടുകാരും എല്ലാവരും നമ്മൾ വെഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനി ഒരു പാർട്ട് 2 കൂടിയുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ.